പുലർച്ചെ 4 മണിക്ക് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് പുറപ്പെട്ട ആരോഗ്യമന്ത്രിയെ കാത്ത് സമയമൊക്കെ കൃത്യമായി മനസ്സിലാക്കി പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് മന്ത്രിയെ കൊണ്ടുവരുന്നത്. കാരണം മന്ത്രിക്ക് അത്രത്തോളം അവശതയുണ്ട്, മന്ത്രിയുടെ കഴുത്തനക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ മന്ത്രി വല്ലാത്ത ഒരു ബുദ്ധിമുട്ടിലാണ്. തീർച്ചയായിട്ടും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കുറച്ചുകൂടി സൗകര്യങ്ങളുണ്ട്, അതുകൊണ്ട് മന്ത്രിയെ പെട്ടെന്ന് തന്നെ അവിടെ അഡ്മിറ്റ് ആക്കണം. അപ്പോൾ അതിന് ഏകദേശം 4:30 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തുമെന്ന് കരുതി മാധ്യമപ്പടകൾ ഒന്നടങ്കം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തടിച്ചുകൂടി. പക്ഷേ 4:30 5:30 6:30 ഒരു മാധ്യമങ്ങൾക്കും ഒരിടത്തു നിന്നും ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതിനിടയ്ക്ക് ചില അഭ്യൂഹങ്ങൾ പറഞ്ഞു. വീണ ജോർജ് കോട്ടയത്തെ ആയുർവേദ ആശുപത്രിയിൽ, കാരണം ആയുർവേദമാണല്ലോ ഉഴിച്ചിലിനും പിഴിച്ചിലിനും ഒക്കെ നല്ലത്, ഈ കഴുത്തുളുക്കലിനൊക്കെ നല്ലത്, ഒരു ഉഴിച്ചിലും പിഴിച്ചിലും ഒക്കെ മന്ത്രിക്ക് ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കി പാർട്ടി പ്രവർത്തകർ മന്ത്രിയെ ഒന്ന് ഒഴിയാനായി ആയുർവേദ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. പക്ഷേ കോട്ടയത്തെ മുഴുവൻ ആയുർവേദ ആശുപത്രികളും അരിച്ചു പറക്കിയിട്ടും മന്ത്രി വീണ ജോർജിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു ICUവിൽ കിടന്ന ഒരു പേഷ്യൻ്റാണ്. കഴുത്തിന് നിസ്സാരമായ പരിക്കല്ല, ഗുരുതരമായ പരിക്കാണ്. ഏകദേശം 13 ഡോക്ടർമാർ, മെഡിക്കൽ ബുള്ളറ്റിൻ ഇതൊക്കെ കൂടി പല HODകളുമാണ് മന്ത്രിയെ ചികിത്സിച്ചത്. അപ്പോൾ അത്തരത്തിൽ വളരെ വിപുലമായ ഒരു ചികിത്സ മന്ത്രിക്ക് വേണം എന്നുള്ള രീതിയിൽ മന്ത്രി ICUവിൽ കിടക്കുമ്പോൾ ഒരു ദിവസം രാവിലെ ICUവിൽ കിടന്ന ഒരാളെ ഇന്നോവ കാറിൻ്റെ അകത്ത് എടുത്തിട്ടുകൊണ്ട് പാഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. അവരുടെ ആരോഗ്യനിലയെങ്കിലും ഒന്ന് നേരെ ആയോ എന്ന് പോലും ഒന്ന് ചോദിക്കാൻ ഇവിടെ ആരും ഇല്ലേ എന്നുള്ളതാണ് കേരളം അന്വേഷിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ മന്ത്രി ഇങ്ങനെ മൊത്തത്തിൽ കഴുത്തുളുക്കലും ഒക്കെ കൊണ്ട് വല്ലാത്ത ഒരു പ്രതിസന്ധി നിൽക്കുമ്പോൾ മന്ത്രിയെ കയറ്റിക്കൊണ്ട് ഇന്നോവ ചീറിപ്പായുകയാണ്. മന്ത്രി പറയുന്നത്, ഇടയ്ക്കിടയ്ക്ക് വരുന്ന വഴിക്കെല്ലാം എനിക്ക് ബന്ധുക്കളുണ്ട്, ഞാൻ വിശ്രമിച്ച് ഒന്ന് വിശ്രമവേളകൾ ആനന്ദകരമാക്കി മന്ത്രി ആഹാരമൊക്കെ കഴിച്ച്, കഴുത്തുളുക്കൽ ഒരു പ്രശ്നമാണല്ലോ, പക്ഷെ അനങ്ങുമല്ലോ കഴുത്തുളിക്കിയാൽ. അപ്പോൾ നല്ലപോലെ ആഹാരമൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ എടുത്താണ് മന്ത്രി പത്തനംതിട്ടയിലെ വീട്ടിലേക്ക് എത്തിയത്. പക്ഷെ ഇന്നലെ മുഴുവൻ ആളുകൾ പറയുന്നത് പകൽ മുഴുവൻ മന്ത്രി വീടിനകത്ത് ഒളിച്ചിരുന്നു എന്നാണ്. അതിലെത്രത്തോളം സത്യമുണ്ടെന്നറിയില്ല. മന്ത്രി ഇങ്ങനെ മാധ്യമങ്ങളുടെയൊക്കെ കണ്ണ് വെട്ടിച്ച്, കേരളത്തിലെ ജനങ്ങളുടെയൊക്കെ കണ്ണ് വെട്ടിച്ച് ഇങ്ങനെ ചീറിപ്പാഞ്ഞ് എവിടെയൊക്കെ പോയി. പക്ഷേ മുഖ്യമന്ത്രിയോട് കേരളത്തിലെ ജനങ്ങൾക്ക് പരാതിയുണ്ട്. അതായത് അവർ പറയുന്നത് മുഖ്യമന്ത്രിക്കൊക്കെ ഹെലികോപ്റ്റർ ഉണ്ട് വരാനും പോകാൻ. ആ ഒരു ഹെലികോപ്റ്ററെങ്കിലും, ഒരു എയർ ആംബുലൻസ് എങ്കിലും ഏർപ്പെടുത്തി വീണ ജോർജിനെ തിരുവനന്തപുരത്ത് എത്തിക്കാൻ CPMനോ പാർട്ടിക്കോ കഴിഞ്ഞില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.